നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാനൊരു റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ചേച്ചി എന്താ റെസിപ്പിയൊക്കെ നിർത്തി ഇപ്പോൾ വ്ളോഗിങ് മാത്രമായിട്ട് മാറിയോന്ന്? തെറ്റിദ്ധരിക്കേണ്ട. തീർച്ചയായിട്ടും നമ്മുടെ റെസിപ്പീസാണല്ലോ നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇടിച്ചക്ക തോരൻ. ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത റെസിപ്പി ആയിരുന്നത്. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ 2 ഇടിച്ചക്ക കൊണ്ടുവന്നു. പിന്നെ കണ്ടല്ലോ നിങ്ങൾ നമ്മുടെ വലിയ ചക്ക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പതുക്കെ ചക്കയുടെ റെസിപ്പീസ് ഇടാം. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ചക്ക ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബോറടിയാവും. മാത്രമല്ല എല്ലാവരുടെ കയ്യിൽ ഇപ്പോൾ ചക്ക അവൈലബിൾ ആയിരിക്കില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് സംശയം ചോദിച്ചിരുന്നു കഴിഞ്ഞ 2 വീഡിയോസ് കണ്ടിട്ട്. അതെന്തായിരുന്നു വെച്ച് കഴിഞ്ഞാല് വീണു ചേച്ചിയുടെ പാരന്റ്സിനെയാണോ കാണിച്ചത്, ജാൻജാന്റെ പാരന്റ്സിനെയാണോ, വീണു ചേച്ചിയുടെ വീട് കാണിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ 2 വീടും കാണിച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യം കാണിച്ച സീൻ എവിടെയായിരുന്നു വെച്ചാൽ എൻ്റെ വീട്ടിലായിരുന്നു. പക്ഷെ പാരന്റ്സ് ഒന്നും ജാന്റെ പാരന്റ്സ് ആയിരുന്നു. പക്ഷെ എൻ്റെ അച്ഛനെ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സീനിൽ അച്ഛനായിരുന്നു. അതുപോലെ തന്നെ അതിന് മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്ന വീഡിയോ, അതായത് മാമ്പഴപ്പുളി ശരിക്കുള്ള മാമ്പഴം എങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കണം എന്നുള്ള വീഡിയോ ഉണ്ടായിരുന്നില്ലേ, അതിൽ ബിഹൈൻഡ് ദ സീനിൽ കാണിച്ചിരുന്നത് എൻ്റെ അച്ഛനായിരുന്നു. പക്ഷെ അമ്മനെ ഞാൻ കാണിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സുഖമില്ലാതിരിക്കുന്ന ഒരാളെ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. ദൈവം സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അമ്മനെ കാണിക്കാം. അപ്പോഴേക്കും അമ്മയുടെ അസുഖം മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ ആനിവേഴ്സറി വീഡിയോ. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഞങ്ങൾക്ക് വിശ്വാസം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെയും ജാൻ്റെയും പേരിൽ എല്ലാവരുടെ അടുത്തും ഞങ്ങളുടെ താങ്ക്സ് ഞാൻ അറിയിക്കുകയാണ്. കാരണം ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരുടെ മെസ്സേജസിന് എനിക്ക് റിപ്ലൈ തരാൻ പറ്റില്ല, നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക്സ് വൺസ് അഗെയിൻ. അപ്പോൾ ഒട്ടും താമസിക്കാണ്ട് നമുക്ക് എങ്ങനെയാണ് ഇടിയഞ്ചക്ക തോരൻ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇടിയഞ്ചക്ക തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഇതേ ഒരു ഇടിയഞ്ചക്ക എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാം. അതിനുശേഷം തൊലിയെത്താം, അല്ലെങ്കിൽ തൊലിയെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചെറിയ പീസസ് ആയിട്ട് അങ്ങ് മുറിക്കുക. ഇടിയഞ്ചക്കയൊക്കെ നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കളർ ചേഞ്ചസ് വരും. അതിനൊരു പ്രശ്നമൊന്നുമില്ല. ഈ കളർ ചേഞ്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. എൻ്റെ സൗണ്ട് പോയി കിടക്കണം കേട്ടോ. എൻ്റെ സൗണ്ട് വേറെ ഇരിക്കുന്നുണ്ട്. ചെറിയ കോൾഡ് ഉണ്ട്. നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ഇവിടെ വന്നപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഞാൻ തോന്നുന്നു. തൊണ്ട കിച്ചായിരിക്കുകയാണ്. ഇതിൽ നിറയെ പശയുണ്ട്. അപ്പോൾ പശ പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒരു ടിഷ്യൂ പേപ്പറിൽ ഒരു തുണിയില മുക്കിയിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇതിൽ പശ മാറിക്കോളും. ചകിരി കൊണ്ടാണ് ശരിക്കും നാട്ടിലൊക്കെ നമ്മൾ ചെയ്യാറ്, പശ കളയാറ്. പക്ഷേ ഇവിടെ ഇപ്പോൾ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഇതേപോലെ വലിയ കട്ടിയുള്ള ടിഷ്യൂവിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ പശ കളഞ്ഞെടുക്കുന്നത്. അപ്പോൾ കയ്യിൽ എണ്ണയുള്ള കാരണം ഒരു ടിഷ്യൂ പേപ്പറിലാണ് ഞാൻ കത്തി പൊതിഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ കൈ വഴുക്കി പോവും. അത് ശ്രദ്ധിക്കുക. തുണി കൊണ്ട് കത്തി പിടിക്കുക, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ കൊണ്ട് കത്തി പിടിച്ചാലും മതി. അല്ലെങ്കിൽ നമുക്ക് മുറിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും കേട്ടോ. അപ്പം ഇത് മുറിക്കുമ്പോഴും കംപ്ലീറ്റ് മുള്ള് കളയണം. പിന്നെ ഈ കൂണിൻ്റെ ഭാഗം കളയാൻ പാടില്ല. നമ്മൾ സാധാരണ ചക്കയൊക്കെ ഉപയോഗിക്കുമ്പോൾ കൂണ് കളയും. പക്ഷേ ഈ ഇടിയൻ ചക്ക ആയതുകൊണ്ട് ഇതിൻ്റെ മുള്ളൊഴിച്ച് ബാക്കി എല്ലാ ഭാഗവും നമ്മൾ യൂസ് ചെയ്യും കേട്ടോ. അപ്പം മുള്ള് മാത്രം മുറിച്ച് കളഞ്ഞാൽ മതി. ആ പച്ച ഭാഗം പോണ വരെ ഒന്ന് ചെത്തിയെടുക്കുക ഇതേപോലെ. ഓക്കെ. അപ്പോൾ ഇതുപോലെ എല്ലാ പീസസും നമുക്ക് ഈ മുള്ളൊക്കെ ചെത്തിയതിന് ശേഷം ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയാണ് കേട്ടോ. അത് മറ്റേ വീഡിയോയിൽ ഞാൻ ചക്ക കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ജാൻ്റെ വീട്ടിലത്തെ ചക്കയാണ്. ഞാനൊരു വലിയ ചക്കയും കൊണ്ടുവന്നിട്ടുണ്ട്, ഇതേപോലത്തെ 2 ഇടിയും ചക്കയും കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് നാളായി നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്ന റെസിപ്പിയാണ് ഇടിയൻ ചക്കയുടെ റെസിപ്പി, അതുപോലെ തന്നെ ചക്കരിശ്ശേരി. അപ്പോൾ എന്തായാലും ചക്ക കൊണ്ടുവരുന്നുണ്ട്, ഞങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാ, അപ്പോൾ നമ്മുടെ ഇടിയൻ ചക്കേനെ തൊലി കംപ്ലീറ്റ് ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുക്കുക. ആ കുക്കറിലോട്ട് ഇത് ഇട്ട് കൊടുക്കുക. കുറച്ചും കൂടെ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ. ഇടിയൻ ചക്ക നമ്മൾ നേരത്തെ എടുത്തേക്കാളും കുറച്ചും കൂടെ ചെറിയ പീസസ് ആയിട്ട് അങ്ങ് മുറിച്ചിട്ട് കൊടുക്കുക. വലിയ പീസായിട്ട് മുറിച്ചാലും ചെറിയ പീസായിട്ട് മുറിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത്രയും ഒരു മീഡിയം സൈസ് പീസസ് ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഞാനിത്. ചിലവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് ആവിയിൽ വേവിക്കും. ആവിയിൽ ജസ്റ്റ് സ്റ്റീം ചെയ്തെടുക്കുള്ളൂ. അതേസമയം ചിലവർ കുക്കറിൽ വെക്കും. അതുമല്ലെന്നുണ്ടെങ്കിൽ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് വേവിക്കും. ഞാനിപ്പോൾ കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് കുക്കറിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ചിലവർ മുളക് പൊടി ഇടില്ല, പക്ഷെ ഞാൻ ഇടാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ മുളക് പൊടി ഇടുന്നത്. മുളകിന്റെ കളർ നമുക്ക് ഓവറായിട്ട് അറിയില്ല, പക്ഷെ ഒരു നല്ലൊരു
കളർ കിട്ടും നമ്മുടെ മൊത്തത്തിൽ തോരൻ ഉണ്ടാക്കി വരുമ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അവോയ്ഡ് ചെയ്യാം. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച്, അതായത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ, അതിൽ നിന്ന് ഒരുപാട് ഉപ്പിടണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ല ഫ്ലേവർ കിട്ടും നമ്മുടെ ഇടിച്ചക്ക വേവിച്ച് വരുമ്പോൾ, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം വെക്കരുത് കേട്ടോ, ഒരുപാട് വെള്ളം വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. ഞാൻ പറയില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് സമയം പിടിക്കും നന്നായിട്ട് അങ്ങ് കുക്കായി കിട്ടാൻ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എളുപ്പത്തിന് കുക്കറിൽ വെക്കുന്നത്. കുക്കർ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ പാത്രത്തിൽ അടച്ചു വെച്ചിട്ട് അങ്ങ് വേവിച്ചെടുത്താലും മതിയാവും. അപ്പോൾ ഇത് ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു വിസിലാണ് വെക്കാൻ പോകുന്നത്. എന്നിട്ട് കംപ്ലീറ്റ് പ്രഷർ മാറിയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. കുക്കറിന് വിസിൽ വന്നിട്ടുണ്ടായിരുന്നു, ഒരു വിസിൽ വന്ന് ഓഫ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വെന്തോന്ന് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കി കണ്ടോ, നന്നായി വെന്തിട്ടുണ്ട്. ഇത് മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ നോക്കിയിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം കുക്കായിട്ടില്ല എന്നാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു വിസിലും കൂടെ അടിക്കുക. എനിക്ക് പക്ഷേ ഒരു വിസിലുകൊണ്ട് തന്നെ നന്നായി കുക്കായിട്ട്, പക്ഷേ ഞാൻ പറഞ്ഞ പോലെ പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നന്നായി ചതച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ സ്റ്റൈലൻ മോട്ടറാണ് ഉപയോഗിക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് ഇതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും അമ്മീമലാണ് കുത്തി ചതയ്ക്കാറ്. അതേസമയം ഇപ്പോൾ നമ്മുടെ അടുത്ത് അമ്മിയൊന്നും ഇല്ലാത്ത കാരണം ഞാൻ ഇത് ഉപയോഗിക്കുന്നു. ഇതും അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് മിക്സിയുടെ ചെറിയ ബൗളിൽ ഇട്ടിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി. പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഇതുപോലെ ചതച്ചെടുക്കാനാണ്. അപ്പോൾ 2-3 കഷ്ണം നമ്മൾ ഇടുക, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. ഒരിക്കലും പേസ്റ്റ് പോലെ ആവാൻ പാടില്ല, ഒരുപാട് ഫൈൻ ആവാൻ പാടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിങ്ങനെ ഒന്ന് ചതച്ചാൽ മതി, അപ്പോഴേക്കും നന്നായിട്ട് അങ്ങനെ വന്നോളും. അത് വേറിട്ട് വരണം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ ഞാൻ എല്ലാം ചതച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലത്തെ സംഭവങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ തന്നെ നമുക്ക് നല്ല ആയിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇങ്ങനെ ചെയ്താലും മതി. ഇതാ, അപ്പം നമ്മുടെ ചക്ക മൊത്തത്തിൽ ഞാൻ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ഉപ്പ് നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവാണ്. അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാൻ പോവാണ്. ഉപ്പും എരിവൊക്കെ ആവശ്യത്തിനുണ്ടെങ്കിലാണ് ഒരു കറി നന്നായി വരുള്ളൂ. അപ്പം ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിലേക്കുള്ള കൂട്ട് തയ്യാറാക്കണം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് നാളികേരമാണ്. ഞാനിപ്പോൾ 2 ഗ്ലാസ് നാളികേരമാണ് അടന്ന് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നാളികേരം വേണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അവയിലിൻ്റെ പോലെ തന്നെ. പിന്നെ വേണ്ടത് പച്ചമുളക്, ചെറിയുള്ളി. പച്ചമുളക് ഞാനിപ്പോൾ ഉണ്ടമുളക്, നല്ല എരിവുള്ള മുളക് 2 എടുത്തിട്ടുണ്ട്, സാധാരണ മുളക് 2 എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ ഉണ്ടമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ മുളക് ഒരു 6 വേണ്ടി വരും. കാരണം ഇതിലേക്ക് അത്യാവശ്യം എരിവുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന നാളികേരം എന്ന് പറഞ്ഞാൽ നല്ല ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നാളികേരമാണ്. അതേസമയം നിങ്ങൾ ചെരുക്കുമ്പോൾ വലിയ പീസസ് ആണ് നാളികേരം ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ മറക്കരുത്. അല്ലെങ്കിൽ ചതച്ചെടുത്താലും മതിയാകും, ഒതുക്കിയാലും മതിയാകും. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ നാളികേരം വളരെ നൈസ് ആയതുകൊണ്ട് ഈ നാളികേരത്തിനൊന്നും ചെയ്തില്ല. അതിന് പകരമായിട്ട് 2 ചെറിയുള്ളിയും ഈ 4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി കണ്ടിട്ട് ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ സൂക്ഷിച്ച് ചതയ്ക്കുക, കണ്ണിലോട്ടൊന്നും പോകാതെ സൂക്ഷിക്കുക. നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ഈ മുളക് കൊണ്ടുവന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി മുളക്. അതേസമയം വേറെ ടൈപ്പ് മുളക് ഉണ്ട് കേട്ടോ. ആ മുളക് ചതയ്ക്കും നെയ്യിൻ്റെ പോലത്തെ മണമുള്ളൂ, അതെനിക്കിഷ്ടമല്ല. പക്ഷേ ഈ മുളകിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക, ചതയ്ക്കുക. ഇനി ഇത് നമ്മുടെ നാളികേരത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചിലവർ വെളുത്തുള്ളി ചേർക്കാറുണ്ട്, അതുപോലെ തന്നെ ജീരകം ചേർക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇതൊന്നും ചേർക്കാറില്ല. കാരണം ജീരകമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ശരിക്കും അവിയലിന്റെ കൂട്ടുപോലെയാവും. അപ്പൊ അവിയൽ കഴിക്കുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും. നമ്മുടെ സൈഡിലേക്കൊന്നും ജീരകവും വെളുത്തുള്ളിയൊന്നും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ജീരകവും വെളുത്തുള്ളി ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ജീരകം, അതേപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളിയും ചേർക്കാം കേട്ടോ. നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് ഇട്ട് ഒതുക്കിയെടുത്താലും മതിയാവും. ഇതുപോലെ കൈയോട് ഞെരടണമെന്ന് ഒരു നിർബന്ധമില്ല. പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കും. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വേവിക്കുമ്പോഴും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നാളികേരത്തിന്റെ കൂടെ മഞ്ഞൾപ്പൊടി വേണം കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പ്, അതിൽ ഉപ്പ് നോക്കുക. അതേപോലെ തന്നെ ഇതിലും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഓവറാവാൻ പാടില്ല, അതേസമയം ഉപ്പ് വേണം താനും. നന്നായിട്ടങ്ങ് ഞെരടി കൊടുക്കുക. ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് വരട്ടെ. പിന്നെ ലാസ്റ്റ് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇപ്പൊ തൽക്കാലം ഇത് മതി. നമുക്കിനി അടുപ്പത്തോട്ട് വെക്കാം. തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി അല്ലെങ്കിൽ ചീനച്ചട്ടിയോ കൽച്ചട്ടിയോ ഉരുളിയോ എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് വെക്കുക. അടി കട്ടിയുള്ള പാത്രമായിരിക്കണം. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് തീ ഓൺ ചെയ്യാം. നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ വേണം, എന്നാലാണ് റിയൽ ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മുടെ തോരന് വെളിച്ചെണ്ണ നന്നായി ഉരുകട്ടെ. അതിനുശേഷം കടുകും മുളകൊക്കെ പൊട്ടിച്ചെടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയുടെ അളവ് കുറയ്ക്കാം. പക്ഷേ ഈ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം വെളിച്ചെണ്ണ ഉള്ളതാണ് നല്ലത്. ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ ചൂടാവുന്നുണ്ട്. അതിലൂടെ നമുക്ക് 2-3 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം.
നല്ലോണം എണ്ണ കാഞ്ഞതിന് ശേഷം മാത്രം കടുക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കടുക് പൊട്ടാൻ ഒരുപാട് താമസം പിടിക്കും. എൻ്റെ പാത്രം ഇങ്ങനെ കുഴിയുള്ള പാത്രം ആയതുകൊണ്ടേ ചൂടാവാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഫ്ലാറ്റ് ആയിട്ടുള്ള പാത്രങ്ങളാണ് എൻ്റെ അടുപ്പിന് പറ്റുള്ളൂ. ഉദാഹരണം കുറച്ച് സമയം പിടിക്കുന്നുണ്ട് ചൂടാവാൻ. നമുക്കിതിലോട്ട് 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് നിർബന്ധമൊന്നുമില്ല കേട്ടോ, വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഉഴുന്നുപരിപ്പ് ഇടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ വരും. അത് സുനിമേമ്മ പറഞ്ഞ ടിപ്പാണ്. താങ്ക് യു സുനിമേമ്മ. അപ്പോൾ ഇതൊന്ന് പൊട്ടട്ടെ. അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം. കടുകൊക്കെ പൊട്ടിയിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ആ കടുക് ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, അത് എപ്പോഴും ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് ഇനി ഇതിലോട്ട് 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചക്ക. ഒരു കപ്പ് വയസ്സ് നോക്കണമെങ്കിൽ ഒരു 4 കപ്പൊക്കെ ഉണ്ടാവും കേട്ടോ, ചക്കയുടെ അളവ് പറയുകയാണെങ്കിൽ. കണ്ടില്ലേ നേരത്തെ ഞാൻ കാണിച്ച ഒരു ചെറിയ ചക്ക. ഇടിയഞ്ചക്ക എന്ന് പറയുമ്പോൾ വളരെ ടെൻഡർ ചക്കയാണ്, അതുകൊണ്ട് നമ്മൾ ഇടിയഞ്ചക്ക എന്ന് പറയുന്നത്. അതിന്റെ കുരു പോലും മൂത്തിട്ടുണ്ടാവില്ല, കുരുവൊക്കെ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, എപ്പോഴും ശ്രദ്ധിക്കുക. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നാളികേരത്തിന്റെ കൂട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ നാളികേരം നല്ലോണം വേണം, എങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം കുറച്ച് നേരം അങ്ങ് വേവിച്ചെടുക്കണം. അതിൻ്റെ ഫ്ലേവറൊക്കെ നമ്മൾ ചക്കയിലോട്ട് പിടിക്കണം. പച്ചമുളകാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? നമ്മൾ ആദ്യം ചേർക്കുമ്പോൾ കുറച്ച് മാത്രം മുളക് പൊടി ചേർക്കുന്നുള്ളൂ. ഓൾറെഡി കുക്ക്ഡാണ്, എന്നാലും ഇതങ്ങ് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. അത് ഫ്ലേവറൊക്കെ കംപ്ലീറ്റ് ചക്കയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ 10 മിനിറ്റ് അടച്ചു വയ്ക്കാൻ പറയുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ എനിക്ക് മുളക് കുറവ് തോന്നി, അതുകൊണ്ട് ഞാൻ 2 മുളകും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്താ കുറവ് തോന്നുകയാണ്, ഉപ്പാണെങ്കിൽ ഉപ്പ്, മുളകാണെങ്കിൽ മുളക്, ഇപ്പോൾ നാളികേരം കുറവ് തോന്നുകയാണെങ്കിൽ നാളികേരം എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ലുലുന്ന് വാങ്ങിച്ച ഇല എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഇല കൊണ്ട് അടച്ചു വെക്കാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചെറിയ ഉരുളിയിലൊക്കെ നമ്മൾ സാധാരണ അമ്മമ്മമാരൊക്കെ ചെയ്യാറ്. ഉരുളിയൊന്നും എൻ്റെ അടുത്ത് ഇല്ല, അതുകൊണ്ട് വാഴയില വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. ഇത് വെച്ചൊന്ന് മൂടുക, നല്ല ഫ്ലേവർ വരുന്നതിലൊക്കെ. അവിയൽ ചെയ്യാറില്ല അതുപോലെ തന്നെ. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ കിടന്നോട്ടെ. അതിന് ശേഷം നമുക്ക് എടുക്കാം. അടച്ചു വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് 5 മിനിറ്റ് കഴിയുമ്പോൾ തുറക്കുക. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് മൂടി വയ്ക്കുമ്പോൾ എപ്പോഴും തീ ശ്രദ്ധിക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് മൂടി വയ്ക്കരുത് കേട്ടോ. എന്താ വേണമെന്നറിയാം, ചില സൈഡിൽ ചെറിയ ഉള്ളി ചേർക്കില്ല. ഓരോ സൈഡിലും ഓരോ രീതിയിലാണ്. ഒന്നും കൂടെ ഒരു 5 മിനിറ്റും കൂടെ നമുക്കിതങ്ങ് മൂടി വയ്ക്കാം. അപ്പോൾ ഞാനിത് തുറക്കുകയാണ് കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടത് മതി. നമ്മുടെ ഇടിച്ചക്ക റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മക്കളെ. ഇത് ഞാൻ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് നൈബേഴ്സിനൊക്കെ കൊടുക്കണം. അതുകൊണ്ട് സാധാരണ രീതിയിലാണെങ്കിൽ ഒരു 2 പേര് 3 പേർക്കൊക്കെ കഴിക്കണമെങ്കിൽ ഇത്രയൊന്നും വേണ്ട. പിന്നെ എടുത്ത് വെച്ച് കഴിക്കാമല്ലോ നമുക്ക് ചായയുടെ കൂടെ. എൻ്റെ വീട്ടിലൊക്കെ ഇത് 4 മണിക്ക് ചായയുടെ കൂടെ ഒക്കെ ഇരുന്ന് പണ്ട് അമ്മയച്ഛനൊക്കെ കഴിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു 6 മണിക്കൊക്കെ എടുത്ത് കഴിക്കും, ഒന്നുമില്ലെങ്കിൽ 11 മണിക്ക്. അങ്ങനെ ഇത് തനിയെ കഴിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. ഫുൾ മീലാണെന്ന് വേണമെങ്കിൽ പറയാം നമുക്കിതിന്. അപ്പോൾ ഇത് മതി, ഞാൻ ഓഫ് ചെയ്യാണ്. 3 പേരൊക്കെ ഉള്ളൂ. നിങ്ങൾക്കിത് എടുത്ത് വെക്കേണ്ട, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പകുതി ചക്ക എടുത്താൽ മതിയാവും, പകുതി ഇടിച്ചക്ക എടുത്താൽ മതിയാവും കേട്ടോ. ഫൈനലി നമ്മൾ എന്താ ചെയ്യേണ്ടത് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ ഏത് നാടൻ റെസിപ്പിയിലുള്ള പോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമുക്കങ്ങ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. പിന്നെ നിറയെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഞരടി ഇട്ട് കൊടുക്കണം കറിവേപ്പില എപ്പോഴും ഇടുമ്പോൾ. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം കൂടെ അടച്ചു വെക്കുക. അപ്പോൾ ഈ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഫ്ലേവറും കൂടിയിട്ട് നമ്മുടെ തോരനിലോട്ട് അങ്ങ് വ്യാപിച്ചോളും. അപ്പോൾ എത്ര ഉള്ളൂ നമ്മുടെ പരിപാടി. നാടൻ ഓത്തൻറ്റിക് ഇടിച്ചക്ക തോരൻ എല്ലാവരുടെ നാട്ടിലുള്ളൊരു ഡിഷാണ് അല്ലേ ഇത്. ആരെങ്കിലും കഴിക്കാത്തതായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ കഴിച്ചവരും കഴിക്കാത്തവരും ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇടിച്ചക്കയുടെ സീസണാണ്, അതുകൊണ്ട് നാടൻ വെജിറ്റബിൾ കടയിൽ നാട്ടിലാണെങ്കിലും അതുപോലെ തന്നെ ലുലുവിലും സൺറൈസിലും ഒക്കെ തലാലിലൊക്കെ ഉണ്ടാവും. നമുക്ക് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ വെച്ച് കഴിഞ്ഞാൽ അടച്ചു വെക്കണം. അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ. അപ്പോൾ വാഴയിലൊക്കെ നമുക്ക് ഒരുപാട് നാൾ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. 1-1.5 മാസത്തോളം ഒട്ടും കേടില്ലാതെ, ഒട്ടും ഇലയുടെ കളർ മാറാതെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. ഞാൻ നാട്ടിൽ നിന്നൊക്കെ വാഴയില കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരു 1-1.5 മാസത്തോളം ഇരുന്നുള്ളൂ എൻ്റെ ഫ്രിഡ്ജിൽ. ഞാൻ ഒരിക്കലും സമയം കിട്ടുമ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക് അതെങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അരെ വാ, അതാണ് നാടിൻ്റെ രുചികൾ എന്നൊക്കെ പറയില്ലേ, നാടൻ രുചികൾ. അപ്പോൾ ഇടിച്ചക്ക തോരൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മടിയും വിചാരിക്കരുത്. കുട്ടികൾക്ക് കൊടുക്കുക. കുട്ടികളോട് ചിക്കൻ്റെ തോരൻ തോരൻ കൊടുത്താൽ മതി പറ്റിക്കണം എന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ സത്യം പറഞ്ഞു കൊടുത്തോ. ഞാൻ അത്രയും സ്വാദിഷ്ടമാണ് നമ്മുടെ
തോരൻ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എരിവൊക്കെ നോക്കിയിട്ട് എരിവ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ പച്ചമുളക് ചതച്ചിട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നാളികേരം കുറവാന്ന് തോന്നുകയാണെങ്കിൽ നാളികേരം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. എന്ത് വേണമെങ്കിലും ചേഞ്ചസ് നിങ്ങൾക്ക് വരുത്താം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഇടിച്ചക്ക തോരൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. നീ ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ. തന്നല്ലോ. ഇന്നലെ വെട്ടിയ ചക്ക കൊണ്ടല്ല ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കിയതല്ലേ, പഴയ ചക്ക ഉണ്ടായിരുന്നല്ലേ. ആൾക്കാരെ പറ്റിച്ചു. അവർക്ക് ഇടിച്ചക്ക എന്താണെന്നും നല്ല വലിയ ചക്ക എന്താണെന്നും തിരിച്ചറിയാനുള്ള ബോധം നമ്മുടെ പ്രേക്ഷകർക്ക് ഉണ്ട്. അപ്പൊ എനിക്ക് ബോധമില്ല. ഇടിച്ചക്ക ചെറിയ ചക്ക കൂട്ടാ, വലിയ ചക്ക കൊണ്ട് തോരൻ ഉണ്ടാക്കല്ല, അത് പുഴുക്ക് ഉണ്ടാക്കുക നമ്മൾ. മനസ്സിലായി.